സഹോദരന്മാരെ, വജഅലി ദുനിയാ മജ്ലിസൈനി, ഈ ദുനിയാവിനെ രണ്ട് സദസ്സാക്കണം നീ. ദുനിയാവിന് രണ്ട് സദസ്സിലേ നിനക്ക് പങ്കെടുക്കാറുള്ളൂ. മജ്ലിസം ഫീ തലബി ദുനിയാ, ദുനിയാവ് തേടുന്ന ഒരു സദസ്സ്, ഒരു ബിസിനസിന്റെ സദസ്സ്. അവിടെ നിനക്ക് ബിസിനസിന് വേണ്ടി പങ്കെടുക്കാം, ബിസിനസ് നടത്താം, കച്ചവടം ചെയ്യാം, ഹലാലായ വിധത്തിൽ കച്ചവടം ചെയ്യാം, ആരെയും വഞ്ചിക്കാതെ, ആരോടും വാക്ക് തെറ്റാതെ നീ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഇടപാട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹക്കിന്റെ മേലായി നിനക്ക് ബിസിനസ് നടത്താം. അതിനൊരു തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ മാല ഹലാലൻ, ആരെങ്കിലും ഒരാൾ ഹലാലായ നിലക്ക് ധനം തേടി, ഇസ്തിഫാഫൻ അനിൽ മസ്അല, യാചിക്കാൻ കഴിയില്ല, അധ്വാനിച്ച് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ ധനം തേടി പണം സമ്പാദിച്ചു, ഇസ്തിഫാഫൻ അനിൽ മസ്അല വസഅയൻ അലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിന്, ഭാര്യക്ക്, സന്താനങ്ങൾക്ക്, ബാപ്പക്ക്, ഉമ്മക്ക്, കുടുംബങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകണം, അവർക്കൊക്കെ വേണ്ട സഹായം ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരാൾ ബിസിനസ് നടത്തി, ഹലാലായ നിലക്ക് ധനം തേടി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന്, അവനവൻ യാചിക്കാതെ ജീവിക്കുക. രണ്ടാമത്തത് കുടുംബത്തെ സംരക്ഷിക്കുക. രണ്ട്. മൂന്നാമതായി പറഞ്ഞു, അതുപോലെ വസഅയൻ അലാ ജാരിഹി, അതുപോലെ അവന്റെ അയൽവാസികളായ ആളുകൾക്കും തൊട്ടടുത്തുള്ളവർക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഉപകാരം ലഭിക്കണമെന്ന നിലക്ക് ഒരു മനുഷ്യൻ അവനവന്റെ കയ്യിലേക്ക് ധനം തേടിയാൽ, അതെ, അവന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, യാചിക്കാതെ ജീവിക്കുക, മറ്റൊന്ന് കുടുംബത്തെ പോറ്റുക, മൂന്നാമതായി അയൽവാസികൾക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കൊക്കെ ഉപകരിക്കുക. ഈ നിലക്കൊരു മനുഷ്യൻ ഹലാലായ നിലക്ക് ധനം തേടിയാൽ ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്രി, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അവന് നയാകാത്തും സക്കാത്ത് കൊടുക്കാൻ ബാക്കിയില്ല. അവൻ ധാരാളം കുടുംബത്തെ നോക്കിയിട്ടുണ്ട്, പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ നന്മ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ സ്വന്തത്തിൽ അധ്വാനിച്ച് ജീവിച്ചതാണ്, അവൻ യാചിക്കാൻ പോയിട്ടില്ല. ആ മനുഷ്യനാണ് റബ്ബിനെ കാണുന്ന സമയത്ത് മുഖം നല്ല പ്രശോഭിതമായ മുഖവുമായി കണ്ടെത്തുമെന്ന് പറഞ്ഞത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതാ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, വമൻ തലബൽ മാല ഹലാലൻ, ഒരാൾ ഹലാലായ നിലക്ക് തന്നെ ധനം തേടി, വേറെ ഒരു ഹറാമിനും പോയിട്ടില്ല, പക്ഷേ അയാൾ എന്തിനാണ് ധനം തേടിയത്? മുഫാഖിറൻ മുകാഥിറൻ മുഫാഖിറൻ മുറായിയൻ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം കുറെ പണം കുന്നുകൂടുക എന്നതാണ്. മുഫാഖിറൻ, ജനങ്ങൾക്കിടയിൽ പവർ പറയുക എന്നതാണ്. എനിക്ക് അത്ര വാഹനമുണ്ട്, എനിക്ക് ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ പവർ എടുക്കലാണ്. അവ മുറായിയൻ, അവരെന്തെങ്കിലും എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങൾ കാണാനാണ്, അറിയാനാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ ചെലവഴിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ പവറെടുക്കാൻ സമ്പാദിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ വലിയ പണക്കാരനായി കുന്നുകൂട്ടാൻ വേണ്ടി സമ്പാദിക്കുന്നവൻ ഹലാലായ നിലക്ക് തന്നെയാണ് ധനം തേടുന്നതെങ്കിലും ലഖിയല്ലാഹു തആല വഹുവ അലൈഹി ഗളബാൻ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലാഹ് അവനോട് കോപിതനാണ് കേട്ടോ. കാരണം അവന്റെ ഉദ്ദേശം നല്ലതല്ല. മനുഷ്യന്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടിയല്ലാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഫലമില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് ധനം സമ്പാദിക്കാൻ വേണ്ടിയുള്ളൊരു വേദി, ആ വേദിയിൽ നിങ്ങൾ പങ്കെടുത്തോളൂ, നിങ്ങൾ അത്തരം സദസ്സിൽ പങ്കെടുത്തോളൂ, തെറ്റൊന്നുമില്ല, ഹലാലായ നിലക്കാകണം. എന്നാൽ രണ്ടാമത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഒരു വേദി മാത്രമേ ഉള്ളൂ, മജ്ലിസൻ ഫീ തലബിൽ ആഖിറ, ആഖിറം തേടുന്ന ഒരു വേദി. ഇവിടെ ഇപ്പോൾ വഅദിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഈ വഅദിന്റെ സദസ്സ് നമുക്ക് ആഖിറം തേടാനുള്ള വേദിയാണ്. മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. അത് ആഖിറം തേടാനുള്ള മജ്ലിസാണ്. സഹോദരന്മാരെ, നമ്മളൊരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു.
അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. നമ്മൾ ഖുർആൻ ഒന്ന് കേൾക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു ദിക്റിന്റെ ഹൽഖയിൽ പങ്കെടുക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു മൗലിദ് ഓതുമ്പോൾ ആ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു ബുർദ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. നമ്മൾ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. അങ്ങനെ ആഖിറം തേടുന്ന മജ്ലിസുകൾ ധാരാളമുണ്ട്. അങ്ങനെ ആഖിറം തേടുന്ന മജ്ലിസ് ഒന്ന്, ദുനിയാവ് തേടുന്ന മജ്ലിസ് ഒന്ന്. ഇനി മൂന്നാമത്തെ ഒരു മജ്ലിസോ വസാലിസു, മൂന്നാമത്തെ മജ്ലിസ് യദുറു വലാ യൻഫഉ, ഒരു ഉപകാരവും ചെയ്യൂല കേട്ടോ. ഉപകാരം ചെയ്യില്ലെന്ന് മാത്രമല്ല, അത് നിന്റെ ആഖിറത്തിന് ഉപദ്രവം ചെയ്യും കേട്ടോ. ഗീബത്ത് പറയുന്ന സദസ്സ്, ചീത്ത പറയുന്ന സദസ്സ്, സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രസംഗിക്കുന്ന സദസ്സ്, ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സ്, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന സദസ്സ്. ഓ മനുഷ്യ, ആലിമിനെയാകട്ടെ സാധാരണക്കാരനെ ആകട്ടെ, ചീത്ത പറയുന്ന സദസ്സ്, തെറി പറയുന്ന സദസ്സ്, സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നിന്റെ ആഖിറത്തിന് ഉപകരിക്കൂല, ദുനിയാവിനും ഉപകരിക്കൂല. അത്തരം സദസ്സുകൾ നിനക്ക് ഉപദ്രവം ചെയ്യും കേട്ടോ. അത്തരം സദസ്സിൽ നീ പങ്കെടുക്കല്ലേ. മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കണം, മോശമായ ഒരു സദസ്സിലും പങ്കെടുക്കരുത്. മൂന്നാം മഹാനവകൾ വീണ്ടും പറയുന്നു, വജഅലുൽ മാല ദിർഹമൈനി, ദിർഹമൻ അൻഫിഖുഹു അലാ ഇയാലിക് വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സിക്. ഓ പണക്കാരാ, ഓ പൈസക്കാരാ, നിന്റെ കയ്യിൽ 2 റുപ്പികയുണ്ടോ? എന്നാ നീ ഒരു കാര്യം ചെയ്തോ, വജഅലുൽ മാല ദിർഹമൈനി, നിന്റെ ധനം നീ 2 റുപ്പികയാക്കി മാറ്റിവെക്കൂ. ആ 2 റുപ്പിക ദിർഹമൻ അൻഫിഖു അലാ ഇയാലിക്, 1 റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ. വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സിക്, 1 റുപ്പിക നിന്റെ സ്വന്തം ശരീരത്തിൽ നീ മാറ്റിവെക്കൂ. നീ നിന്റെ അതാ നിലനിൽക്കുന്ന അക്കൗണ്ടിലേക്ക് മാറ്റൂ. നിന്റെ ഈ ദുനിയാവിലുള്ള ബാങ്കിലെ അക്കൗണ്ട് അല്ല, അത് നിനക്കുള്ളതല്ല. ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് നീ ഉപയോഗിച്ച് നശിപ്പിച്ചു. നേരെ മറിച്ച് നിന്റെ അക്കൗണ്ടിലുള്ള കോടിക്കണക്കായ രൂപ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ അതായ എസ്റ്റേറ്റുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ ബിൽഡിങ്ങുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ പറമ്പുകൾ, അതേ ലക്ഷക്കണക്കിന്റെ വസ്തുക്കൾ, അത് നിനക്കുള്ളതല്ല. അത് നിനക്ക് ശേഷം മറ്റുള്ളവർക്കുള്ളതാണ്. നിനക്കുള്ളത് നിന്റെ ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി നിന്റെ ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് മുന്തിച്ചു വെച്ചതാണ്. അവിടെയാണ് നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 2 റുപ്പികയുണ്ടോ? 1 റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ. 1 റുപ്പിക നിന്റെ സ്വന്തം ആവശ്യത്തിന് ആഖിറത്തിലേക്ക് മാറ്റിവെക്കൂ. ചോദിക്കട്ടെ സഹോദരന്മാരെ, പാവപ്പെട്ട ബതുക്കള്, അറബികള് ബതുക്കള് വളരെ ചെറിയ ശമ്പളം പറ്റി ജീവിച്ചു. ആ ശമ്പളത്തിൽ ജീവിച്ചവർക്ക് പെൻഷനാകുന്ന സമയത്ത് ഒരു ചെറിയ സംഖ്യ അവർക്ക് അതാ ഒരു 10,000 50,000 അല്ലെങ്കിൽ 1-1.5 ലക്ഷമോ ദിർഹം അവർക്കതാ പെൻഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ പെൻഷന് മുമ്പായി ആ ഉദ്യോഗം പിരിയുന്ന സമയത്ത് കിട്ടിയാൽ, ഞാൻ പറയട്ടെ, നല്ല ഈമാനുള്ള അറബികള്, ബതുക്കള്, സ്ത്രീകളും പുരുഷന്മാരും അവരുടനെ ചിന്തിക്കുകയാണ്, എവിടെയാണ് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയുക? ഈ കിട്ടിയ കാശ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിർമ്മിക്കാൻ പണം മതിയാവൂല. അപ്പോഴവരാലോചിക്കുകയാണ്, ഒരു പള്ളിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങളുണ്ടോ? അത് പാകിസ്ഥാനിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, ബംഗ്ലാദേശിലുണ്ടോ? സഹോദരന്മാരെ, നിങ്ങളോർക്കളും, ഒരു 50 ലക്ഷം രൂപ, ഒരു 5 കോടി രൂപ, ആ 5 കോടി രൂപ ഒരു മനുഷ്യൻ സമ്പാദിച്ചു വെച്ചാൽ 2.5 കോടി അവന്റെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചുകൂടെ? നിങ്ങൾ നോക്കി, ഈ അറബികൾ ചെയ്യുന്ന പണി എന്താണ്? അവരുടനെ തന്നെ ഏതായാലും മരിക്കുന്ന ശരീരം
എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു വീട് വേണം. ആ കിട്ടിയ തുക കൊണ്ടൊരു ചെറിയ പള്ളി നിർമ്മിക്കാൻ എവിടെ കഴിയും? ഒരു മദ്രസ നിർമ്മിക്കാൻ എവിടെ കഴിയും? അല്ലെങ്കിൽ ഒരു യതീംഖാന നിർമ്മിക്കാൻ എവിടെ കഴിയും? അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവർക്ക് ആശുപത്രി നിർമ്മിക്കാൻ എവിടെ കഴിയും? ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയും? ചിന്തിക്കുകയാണ്, അവരെ ഈമാനാണ്. അതേ സമയത്ത് ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള എത്രയോ അറബികളെ വിലക്കെടുക്കാൻ പറ്റുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മളെ നാടുകളിലൊക്കെ. അത്തരം അറബികളെ വിലക്കെടുക്കാൻ കഴിയുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ, മുസ്ലിം പണക്കാർ. പക്ഷേ അവരുടെ വകയിൽ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ചിന്തിക്കാനുള്ള ഭാഗ്യം അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, ഒരു പള്ളിയുടെ സ്ഥലത്തിന് ഞങ്ങൾക്ക് സംഖ്യ കൊടുക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, അവരുടെ കയ്യിൽ അള്ള കൊടുത്ത 10 കോടിയുടെ സമ്പാദ്യമുണ്ടെങ്കിൽ 1 കോടി ഞാനൊന്ന് എന്റെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ, 10-1 മാറ്റിവെക്കട്ടെ എന്ന ചിന്ത വരുന്നില്ല. പിന്നെയും കോടികൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, നീക്കങ്ങളിലാണ്. കാരണം അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത കൽബിലേക്ക് വേണ്ടതുപോലെ കടന്നില്ല. അവിടെ വീട് നിർമ്മിക്കേണ്ടതിനെ കുറിച്ച് ചിന്ത വന്നില്ല. ഇവിടെ ധാരാളം ഉണ്ടാക്കളും. ഓ മോനെ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്സിഡന്റിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, ഉറക്കിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, പെട്ടെന്ന് രോഗം വന്ന ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയവരെത്രയാണ്, അങ്ങനെ ഒരൊറ്റ ദിവസത്തിൽ തന്നെ മറിഞ്ഞു വീട് മരിച്ചവരെത്രയാണ്. പക്ഷേ ദുനിയാവിനോടുള്ള കെട്ടുപിടുത്തത്തിൽ മനുഷ്യര് പാരത്രിക ലോകത്തേക്ക് ചെലവഴിക്കുന്നത് എന്തോ ഒരു നഷ്ടം വരുന്നത് പോലെ, അതിനുപദേശിക്കുന്നവൻ എന്തോ അവന്റെ കയ്യിലാക്കാൻ ചോദിക്കുന്നവനെ പോലെ പലപ്പോഴും തോന്നുകയാണ്. ഓ മനുഷ്യ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം സഹോദരന്മാരെ നമ്മൾ ഓർക്കണം, ഒരിക്കലും തന്നെ ഇവിടെയുള്ളത് ബാക്കിയാവുകയില്ലെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. ഞാൻ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവരോട് പറയുന്നു, നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ, അത് പുരോഗമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നാട്ടിലെ മദ്രസകൾ, അവിടെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അവർക്ക് ചായ കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചായ കാച്ചൂല, അതേ മീകായിൽ വന്ന് ചായ വിളമ്പൂല, ജിന്നുകൾ വന്നിട്ട് മദ്രസയിൽ പഠിപ്പിക്കൂല. പഠിപ്പിക്കുന്ന മുഅല്ലിങ്ങൾക്ക് ചായ കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും മുന്നിലുണ്ടാകണം. അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. നമ്മുടെ മദ്രസകൾക്ക് പെയിന്റ് ചെയ്യാൻ നമ്മൾ കാശുണ്ടാക്കണം. നമ്മുടെ മദ്രസകൾ പുരോഗമിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ നമ്മൾ തിരിയണം. അതിന് നമ്മൾ തന്നെ അള്ളാഹ് തരുന്നതിൽ നിന്ന് ചെലവഴിക്കണം. എന്തെല്ലാം ചെലവ് നമ്മൾ സഹിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ആ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് ഒരു പള്ളിയിലെ ഒരു മുസ്ലിയാർക്ക് ഒരു 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1000 രൂപ 1100 ആക്കണമെന്ന് പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വാളെടുക്കാൻ എത്ര ആളാണ്, ചോദ്യം ചെയ്യാൻ എത്ര ജനങ്ങളാണ്. നമ്മളെ ഇവിടെയൊന്നും അത്തരക്കാരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്റെ നാട്ടിലും പറയണമല്ലോ. അതുകൊണ്ട് ഇവിടെയും പറയുകയാണ്. ഇവിടെയും അത്തരക്കാരുണ്ടെങ്കിൽ അവർക്ക് ബാധകമാണ്, പുറത്തുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. ഞാൻ പറയട്ടെ, ഒരു മദ്രസയിലെ മുഅല്ലിമിന് ഞാൻ ചോദിക്കട്ടെ, അവരുടെ ജീവിതം അവരെങ്ങനെ നയിക്കും? നമുക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള്, 15,000 രൂപ ശമ്പളം കിട്ടുന്നവര്, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ 15,000, 20,000, 10,000 ഒക്കെ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്കത് മതിയാകാഞ്ഞിട്ട് പിന്നെയും കടം വാങ്ങുകയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ ആളുകൾ 800-1000 ദിർഹം ശമ്പളം കിട്ടുമ്പോ 1500, 2000 കിട്ടുമ്പോ അതുകൊണ്ട് അവരുടെ വീട് നിർമ്മിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. അവരുടെ മകളെ വിവാഹത്തിന് നടക്കാതെ വിഷമിക്കുകയാണ്. എങ്കിൽ ചോദിക്കട്ടെ, നമ്മളെ മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക്, നമ്മളെ പള്ളിയിലെ ഉസ്താദുമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? നമ്മൾ പറയും ഞങ്ങളൊക്കെ വലിയ ശമ്പളം കൊടുക്കുന്നവരാണ്. എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നത്?
ഞങ്ങൾ 4000 രൂപ കൊടുക്കുന്നുണ്ട് ഉസ്താദേ. 4000 രൂപ കൊണ്ട് എന്ത് കിട്ടും സഹോദര? 4000 രൂപ കൊണ്ട് ഒരു കുടുംബം ജീവിക്കാൻ കഴിയോ? നമ്മളെ മക്കൾ തിന്നും പോലെ മുഅല്ലിമീങ്ങളെ മക്കളും തിന്നണ്ടേ? നമ്മളെ മക്കൾ കഴിക്കും പോലെ പള്ളിയിലെ ഉസ്താദിന്റെ മക്കൾക്കും ജീവിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജീവിക്കണ്ടേ? അദ്ദേഹത്തിനും ജീവിക്കണ്ടേ? നമ്മളെ മുസ്ലിം സമുദായം ഇന്ന് വരെ ഇക്കാര്യം ഒരു സ്ഥലത്തും ചിന്തിച്ചില്ലല്ലോ. ഇവിടെ നമ്മളെ നാട്ടിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു സ്ഥലത്തും ചിന്തിച്ചില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, 4000 രൂപ കൊണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയൂ. എന്നാൽ ഇത് 4000 ഞാൻ പറഞ്ഞതാണ്. നമ്മളെ മദ്രസ കമ്മിറ്റികൾക്ക് പോയി കണക്കെടുത്ത് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് 1500 കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രസിഡന്റ് ബോധം കെട്ടി വീഴും, സെക്രട്ടറി അപ്പുറത്തതാ തലവേദനയാകും. അങ്ങനെയല്ലേ നമ്മളുടെ പല സ്ഥലത്തുമുള്ള അവസ്ഥ? ചോദിക്കട്ടെ, നമ്മുടെ സമുദായത്തിൽ ഇൽമു പഠിച്ച ജനങ്ങൾക്ക് അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് സമുദായം കാണുന്നില്ലെങ്കിൽ ഇനി അടുത്ത ഭാവിയിൽ ഇൽമു പഠിക്കാൻ ആളുണ്ടാകുമോ? എല്ലാ ദിവസവും തകർന്നുപോയി ഉസ്താദേ. നമ്മളെ ദർസ് എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ടാകണം. എല്ലാവർക്കും പറയാനുള്ളത് ദർസ് വേണമെന്നാണ്. പക്ഷേ ദർസ് നടത്തണമെങ്കിൽ ആരെയാ കിട്ടാത്തത്? മുദരിസന്മാരെ അല്ല കിട്ടാത്തത്, മുത്തഅല്ലിമീങ്ങളെയാണ്. എന്താ കിട്ടാത്തത്? ഓരോ മുത്തഅല്ലിമും ശ്രദ്ധിക്കുകയാണ്. എന്റെ ബാപ്പ ഓതിപ്പടിച്ച് മുദരിസായിട്ട് എത്രയാ ശമ്പളം? സുബ്ഹാനല്ലാഹ്, 12 കൊല്ലം പഠിച്ചിട്ട് ഉസ്താദേ, അതെ കുറെ കൊല്ലം ദർസും നടത്തിയിട്ട് ഇപ്പോഴും 5000 തികഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു പോകണമെന്നാണ് ചെറിയ മക്കൾ ചിന്തിക്കുന്നത്. ഈ ചിന്തയ്ക്ക് കാരണക്കാരാരാണ്? നമ്മുടെ സമുദായമല്ലേ? ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന് നമ്മൾ ധാരാളം ചെലവഴിക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് സ്വന്തം മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ഖുൽ ഹുവല്ലാഹു പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് അല്ലാഹനെ പറ്റി പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ബാപ്പ ആരാണെന്ന് പഠിപ്പിക്കുന്നവർക്ക്, ഉമ്മ ആരാണെന്ന് പഠിപ്പിക്കുന്നവർക്ക് നമുക്കൊന്ന് നന്നായി കൊടുത്തുകൂടെ? പക്ഷേ കമ്മിറ്റിയുടെ മെമ്പർമാരെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ജനറൽ ബോഡി വിളിച്ചാൽ പോലും ആരോഗ്യമുള്ളവൻ ജനറൽ ബോഡിക്ക് വരൂല, യോഗത്തിന് വരൂല. അതൊക്കെ വേറെ ഏതോ കക്ഷികളെ കാര്യമാണെന്ന് തോന്നലാണ്. ചോദിക്കട്ടെ സഹോദരന്മാരെ, നമുക്ക് അല്ലാഹുവിന്റെ ദീനിനോട് കടപ്പാടൊന്നുമില്ലേ? അത് വെറും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും അങ്ങനെ 4 ആളെ കടപ്പാട് മാത്രമാണോ? ചോദിക്കട്ടെ, ബദരീങ്ങളുടെ പേരിൽ പരിശുദ്ധ റമദാനിന്റെ 17-ാം ദിവസം നന്നായി അഭിനയിച്ചതും അതുപോലെ ചായയും തിന്നുകയും കുടിക്കുകയും ചെയ്യലാണോ നമ്മുടെ സേവനം? അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തില്ലേ? അവര് പണം കൊടുത്തില്ലേ? അവരെ സമയം ചെലവഴിച്ചില്ലേ? അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവരെ ശരീരം ബലിയർപ്പിച്ചില്ലേ? അതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കലാണോ നമ്മുടെ ഡ്യൂട്ടി? അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മം തന്നെ, അതിനെതിരല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് തിന്നല് മാത്രമാണോ നമ്മുടെ ഡ്യൂട്ടി? നമുക്ക് അല്ലാഹുവിനോട് കടപ്പാടില്ലേ? അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കടപ്പാടില്ലേ? ആ ദീനിന്റെ പ്രവർത്തനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാകേണ്ടതില്ലേ? അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കേണ്ടതില്ലേ? എന്തിന് പരസ്പരം ഭിന്നിച്ചു നടക്കണം? എന്തിന് പരസ്പരം കുറ്റം പറയണം? എന്തിനങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയണം? ഐക്യത്തോടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല മനുഷ്യരായി ജീവിച്ച് നല്ല മനുഷ്യരായി ഒന്ന് മരിച്ചുകൂടെ? നമ്മൾ ചെലവഴിക്കുന്നതൊക്കെ ആഖിറത്തിൽ നമ്മളെ അക്കൗണ്ടിലുള്ളതാണ്. നമ്മൾ സമ്പാദിച്ചു വെച്ച് നമ്മളതല്ല. കാണുന്നില്ലേ, നമ്മൾ വലിയ വലിയ മുതലാളിമാർ മുമ്പ് കാലത്ത് സമ്പാദിച്ചു വെച്ചില്ലേ? ആ സമ്പാദിച്ചു വെച്ചതൊക്കെ പലപ്പോഴും മക്കൾ തന്നെ കള്ളു കുടിച്ചു തീർത്തില്ലേ? ചീട്ട് കളിച്ചു തീർത്തില്ലേ? അവസാനം ഒന്നുമില്ലാതെയാകുന്നത് നമ്മൾ കാണുന്നില്ലേ? നേരത്തെ വലിയ മുതലാളിമാരായിരുന്ന ആളുകളുടെ അതാ ജോലിക്കാർ അവരുടെ മക്കളോട് ബാപ്പ സമ്പാദിച്ചതൊക്കെ തിരിച്ചു വാങ്ങിയില്ലേ? പല സ്ഥലത്തും കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ദുനിയാവിനോട് അമിതമായ കെട്ടുപാടുണ്ടാക്കുന്നതിന് പകരം മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, 10 കോടി കയ്യിലുണ്ടോ 5 കോടി നിന്റെ ആഖിറത്തിന് ചെലവഴിക്കൂ. അത് അബൂദർ ഗിഫാരി നിങ്ങളുടെ ഉപദേശമാണെങ്കിൽ പോകട്ടെ, ഞാനതിൽ നിന്ന് താഴോട്ട് വരുന്നു. 10 കോടി കയ്യിലുണ്ടോ? 1 കോടിയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉപകരിക്കുമെന്ന് ഉറപ്പുള്ള നിലക്ക് ആഖിറത്തിൽ
ഉപകരിക്കുമെന്ന് ഉറപ്പുള്ള നിലക്ക്, അതാ ഉറപ്പായും എനിക്കത് ആഖിറത്തിലുണ്ടാകുമെന്ന നിലക്ക് ഒരു ലോകമാന്യവും മനസ്സിൽ തോന്നാതെ അതേ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് നീയൊന്ന് കൊടുക്കൂ. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, വസാലിസു യദുറു വലാ യൻഫഉ. മൂന്നാമത്തത് ഉപദ്രവം ചെയ്യും മോനെ, 2 ദിർഹം, ഒന്ന് നിന്റെ ദുനിയാവിന്, നിന്റെ കുടുംബത്തിന്, ഒന്ന് നിന്റെ ആഖിറത്തിന്. മൂന്നാമത്തത് ഉപദ്രവമാണ്, വലാ യൻഫഉ, ഉപകാരം ചെയ്യൂല. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവകൾ പറഞ്ഞു, അല്ലാഹു ഖതലനി ഹമ്മു യൗമിൻ ലാ ഉദ്രികുഹു. എനിക്ക് എത്താൻ കഴിയാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ടെൻഷനായിട്ട് ഞാനിതാ മരിക്കുന്നു. ടെൻഷൻ, പലർക്കും ടെൻഷനാണ്. എന്തിനാണോ ടെൻഷൻ? മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അമലി ഖദ് ജാവസ അജലി ഫഖഅതു അൻ അമലി. എന്റെ ആഗ്രഹം, മനസ്സിന്റെ കൊതി, മനസ്സിന്റെ പൂതി, മനസ്സിന്റെ കൊതി അത് തീരൂല. അതിന് മുമ്പ് മരണം എന്നെ പിടികൂടും. ഞാൻ ഉദ്ദേശിച്ചത് കൊയ്യുന്നതിന് മുമ്പ് പിടികൂടും. കാരണം എനിക്കൊന്ന് കിട്ടിയാൽ രണ്ടാമത് മറ്റൊന്നാശയാണ്, അത് കഴിയുമ്പോ വേറെയൊന്നാശയാണ്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോ അതിനിടയ്ക്ക് മരണം വന്നെന്നെ പിടികൂടും. ഞാൻ ടെൻഷൻ വസ്തുവിലേക്ക് ഞാൻ എത്തൂല. ഓ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മനുഷ്യൻ യാത്രയിലാണെന്ന ബോധത്തോടെ, ആഖിറത്തിലേക്കുള്ള യാത്രയാണെന്ന ബോധത്തോടെ, നമ്മെ സ്വീകരിക്കാൻ മരണം കാത്തിരിക്കുന്നു എന്ന ബോധത്തോടെ നമ്മൾ ജീവിക്കണം. ഇത് മാത്രമേ എന്നോടും നിങ്ങളോടും വസിയത്തായി പറയുന്നുള്ളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. എന്റെ സഹോദരിമാരോട്, നമ്മുടെ സംഘാടകർക്ക് വേണ്ടി പറയുന്നു, നമ്മുടെ മദ്രസക്ക് ഒരുപാട് കടങ്ങളുണ്ട്. നമുക്ക് തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ സയ്യിദന്മാരുടെയും അതുപോലെ ആലിമീങ്ങളുടെ ഒക്കെ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ നമുക്കുണ്ടാകും. 6-ാം തീയതി ഇൻഷാ അല്ലാഹ് കാന്തപുരം ഉസ്താദ് വരും, അതുപോലെ സയ്യിദന്മാർ വരും, പാവപ്പെട്ട ഞാനും. അന്ന് ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ, ഇന്ന് വൈകിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് തുടക്കം കളാ കിട്ടാൻ വേണ്ടി അന്നത്തെ ദിവസം ഞാൻ തുടക്കത്തിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. നമുക്ക് നാളെയും വയലുണ്ട്, മറ്റന്നാളും പരിപാടിയുണ്ട്. അപ്പൊ അധികം നീട്ടിയാൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹു നമുക്ക് നൽകും എന്ന ഉറപ്പോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിലക്ക് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഖൈറിന്റെ വാതിലുകൾ തുറക്കും. അമിതമായ ആഗ്രഹങ്ങളും ആശകളും നമ്മുടെ ഖൽബിൽ ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോഴാണ് ഹലാലും ഹറാമും ഇല്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ പലപ്പോഴും തുനിഞ്ഞു പോവുക. അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മൾക്ക് ഏത് സാധനങ്ങൾ നമ്മുടെ കൈവശത്തിൽ ലഭിക്കുകയാണെങ്കിലും, എന്ത് വിഷയങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിലും, അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ മാത്രമേ നമുക്ക് പാടുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. തെറ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ അവസാനം ചീത്തയായി പോകാൻ അത് കാരണമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ സയ്യിദുനാ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയൊരു സൂഫിയായ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ അതാ മരണം ഹാജരാകുന്ന സമയത്ത് ഒരു ശിഷ്യന്റെ സമീപത്ത് പോയി നിന്നു. മരണമാണ് ഏറ്റവും വലുത്. ആ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു പ്രധാന ശിഷ്യന്റെ മരണം ഹാജരാകുന്ന സ്ഥലത്ത് പോയി ഹാജരായി ഇരുന്നു. മഹാനവറുകൾ യാസീൻ സൂറത്തോതി. മുമ്പേയുള്ള പതിവാണ് മരണം ഹാജരായവരുടെ അടുക്കൽ യാസീൻ ഓതുക എന്നത്, മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക എന്നത്. ഇവിടെ ഇപ്പോൾ അത് വിശദീകരിക്കുന്ന സദസ്സല്ല. അത് ഇൻഷാ അല്ലാഹ് വരുന്ന 12-13 തീയതികളിൽ നമുക്ക് നാദാപുരത്ത് വെച്ച് കണക്ക് കഴിക്കാറുണ്ട്. നമുക്ക് അവിടെ വെച്ച് അത് പറയാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല.
അതാ മരണം ആസന്നമായ ശിഷ്യന്റെ സമീപത്ത് വെച്ച് യാസീൻ ഓതുന്ന സമയത്ത് ഈ ശിഷ്യൻ പറഞ്ഞു, യാ ഉസ്താദേ ലാ തഖ്റ ഹാദാ, ഇവിടെ യാസീൻ ഓതണ്ട. സുബ്ഹാനല്ലാഹ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൂ മോനെ. സാധാരണ നിനക്ക് ചൊല്ലൂ എന്ന് പറയേണ്ടതില്ല, മരണം ഹാജരാവരുടെ മുന്നിൽ വെച്ച് ചൊല്ലിയാൽ മതി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ യാസീനോദണ്ട എന്ന് പറഞ്ഞ വാചകം അതെന്തോ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം കുടുങ്ങിയെന്ന് തോന്നിയതിനാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ മോനെ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ മറുപടി, ലാ ഖൂലുഹാ, ഞാനത് പറയൂല ഉസ്താദേ, ലിഅന്നീ മിൻഹാ ബരീ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങ് മരണപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്ത ഈ വലിയ ശിഷ്യൻ, ഈ ശിഷ്യന്റെ മരണം ഇങ്ങനെയായി പോയല്ലോ. 40ഓളം ദിവസം വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാത്ത നിലക്ക് വീട്ടിലിരുന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞു. ഗുരു ശിഷ്യ ബന്ധം വലിയ ബന്ധമാണ് സഹോദരന്മാരെ. മക്കള് മരിച്ചതിനേക്കാൾ ചിലപ്പോൾ ശിഷ്യൻ മരിച്ചാൽ ഉസ്താദിന്റെ മനസ്സിന് വേദനയുണ്ടാകും, ഉസ്താദ് മരിച്ചാൽ ശിഷ്യന്റെ മനസ്സിൽ വേദനയുണ്ടാകും. കാരണം അത് ആത്മീയ രംഗത്തുള്ള ബാപ്പയും മക്കളുമാണ് ഗുരു ശിഷ്യന്മാർ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം മുറിച്ചാൽ അവന്റെ ആഖിറം നഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ ഉസ്താദുമാരുമായുള്ള ബന്ധം മുറിച്ചാൽ അത് ആഖിറം നഷ്ടപ്പെടുന്നതിന് വലിയ കാരണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും ഉസ്താദുമാരുമായുള്ള ബന്ധം മുറിച്ചവരാണ്. കാരണം അവർ ഉസ്താദുമാരെ പരമ്പര നോക്കിയാൽ നവവി ഇമാം റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ലൈസബി റളിയല്ലാഹു അൻഹു പോലത്തെ ഇമാമിങ്ങൾ അവരൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്ക് എന്നല്ലേ ഇവൻ പറയുന്നത്. പിന്നെ അവന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അത് ഇൻഷാ അല്ലാഹ് ഞാൻ അത് അവർക്ക് പറയാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, സ്വന്തം ശിഷ്യന്റെ മരണത്തിൽ വേദനിച്ച് 40ഓളം ദിവസം കണ്ണിന്ന് വെള്ളം നിൽക്കുന്നില്ല ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ. അങ്ങനെ 40ഓളം ദിവസം കഴിഞ്ഞു. ഒരു ദിവസം അതാ ജഹന്നമാകുന്ന നരകത്തിലേക്ക് ഈ ശിഷ്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതായി ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. ഉടനെ തന്നെ ചോദിച്ചു, മോനെ ബി അയ്യി ശൈഇൻ നസഅ അല്ലാഹുൽ മഅരിഫത മിൻക വകുൻത അലമ തലാമിദതി, എന്റെ ശിഷ്യന്മാരിൽ വലിയ പ്രഗൽഭനല്ലേ നീ വല്ലാത്ത അറിവുള്ള ആളല്ലേ, നിന്റെ ആ മഅരിഫത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്തുകൊണ്ട് നീങ്ങിപ്പോയി മോനെ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, 3 കാര്യം ഞാൻ ചെയ്തു പോയി ഉസ്താദേ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്തു വെച്ചോ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിച്ചു വെച്ചോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അബദ്ധം വന്നെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് നമ്മൾ മാപ്പരെന്ന് നമ്മുടേതായ ആത്മീയമായ രംഗം ശുദ്ധീകരിച്ചോ. ഒന്നാമത്തെ കാര്യം, അവ്വലുഹാ ബിൻ നമീമ, എനിക്ക് പറ്റിയ ഒരു ദോഷം, ഞാൻ ഏഷണി പറയുന്ന ആളായിരുന്നു. പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കും. ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ പറയുന്നത് കേട്ട് അതാ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അപ്പുറം പോയി പറയും, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പുറവും പോയി പറയും. അങ്ങനെ പരസ്പരം തെറ്റിക്കുന്ന ചില ജനങ്ങളില്ലേ? സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന ഭാര്യയുടെ ഉമ്മമാരില്ലേ? സ്വന്തം മകനെയും ഉമ്മയെയും തെറ്റിക്കുന്ന ഭാര്യമാരില്ലേ? സ്വന്തം പെങ്ങളെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന ഭാര്യമാരില്ലേ? സ്വന്തം ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന പെങ്ങന്മാരില്ലേ? തൊട്ടടുത്ത അയൽവാസികൾ തമ്മിൽ പിച്ചറ പറഞ്ഞ് തെറ്റിക്കുന്ന അയൽവാസികളില്ലേ? കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കുന്ന കുടുംബക്കാരില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നമീമത്തുകാരുണ്ട് ലോകത്ത്. അതാണ് ഒന്നാമതായി പറഞ്ഞത്. ഏഷണി പറയുന്നവനായിരുന്നു ഞാൻ. ഫൈനി ഖുൽതു ലി അസ്ഹാബി ബിഖിലാഫി മാ ഖുൽതു ലക,
ഉസ്താദായ നിങ്ങൾ പറയാത്ത ചില സംഗതി ഞാൻ പോയിട്ട് നിങ്ങളെ ശിഷ്യന്മാരോട് നിങ്ങളെ കൊണ്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അവര് പറയാത്ത ചില സംഗതി ഉസ്താദുമാരോട് പോയിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞു എന്നും പറയും. അതെന്റെ ഡ്യൂട്ടിയായിരുന്നു. അതാണ് ഒരു സംഗതി എന്റെ ഈമാൻ തെറ്റാൻ കാരണം. വസ്സാനി ബിൽ ഹസദി, രണ്ടാമത് എനിക്ക് പറ്റിയ അബദ്ധം അസൂയയാണ് ഉസ്താദേ. ഹസത്തു അസ്ഹാബി, എന്റെ കൂടെ ഓതിപ്പടിച്ചവർ, എന്റെ കൂടെ പ്രവർത്തിച്ചവർ, എന്റെ കൂടെ ജനിച്ചവർ, എന്റെ കൂടെ ജീവിച്ചവർ, എന്റെ കൂടെ ഇടപാട് നടത്തിയവർ, എന്റെ കൂടെ ബന്ധപ്പെട്ട ആളുകളിൽ ആരെങ്കിലും അല്ലാഹ് അവർക്ക് പുരോഗതി കൊടുത്താൽ എന്റെ മനസ്സിന് വല്ലാത്ത അസൂയയാണ്. അവനെത്ര ജോറായി പോയോ, ഇവനെത്ര ഉഷാറായി പോയോ, ആ നിലക്കുള്ള അസൂയയാണ് എന്റെ ഹൃദയത്തിൽ. വസാലിദ്, മൂന്നാമത്തത് ഖാനബി ഇല്ലത്തുൻ ഫജീതു ഇല തബീബ്, എനിക്കൊരു രോഗമുണ്ടായി, ഞാനൊരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് നിർദ്ദേശിച്ചു, എല്ലാ കൊല്ലവും ഒരു ദിവസം ഒരു കോപ്പ മദ്യം കഴിക്കണം, കൊല്ലത്തിലൊരു ദിവസം നീ മദ്യം കഴിക്കണം എന്നെന്നോട് കൽപ്പിച്ചു. ഞാനെങ്ങനെ കൊല്ലത്തിലൊരു ദിവസം ലഹരി പദാർത്ഥം കഴിച്ചു, ലഹരിയുള്ളത് കുടിച്ചു. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടേ രോഗം മാറൂ എന്ന് ഡോക്ടർ പറഞ്ഞു ചെയ്തതാണ്. പക്ഷേ ഒരിക്കലും തന്നെ കള്ളിൽ അല്ലാഹു തആല ശിഫ വെച്ചിട്ടില്ല. ആ കള്ളാണ് കുടിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ 3 തെറ്റ് ചെയ്തു പോയതിനാൽ മരിക്കുന്ന സമയത്ത് എനിക്ക് ഖുർആനോത്ത് കേൾക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നപ്പോ ഞാനതിൽ നിന്ന് വിട്ടൊഴിഞ്ഞവനാണെന്ന് പറഞ്ഞ് എന്റെ മരണം ചീത്തയായി പോയി. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, മരണം മുന്നിലുണ്ട്. അത് സന്തോഷത്തിന്റെ മരണമാകണം, സന്തോഷത്തിന്റെ വേർപാടാകണം, ഈമാനോടുകൂടെയുള്ള മരണമാകണം. അതിനുവേണ്ടി ദുഷ്കർമ്മങ്ങളിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തിനെയും മോചിപ്പിച്ച് ചെയ്തു പോയ തെറ്റിൽ പടച്ചവന് റബ്ബിനോട് പാപമോചനം നടത്തി പൊറുക്കലിനെ ചോദിച്ച് ക്ലിയറായി ജീവിച്ചൊന്ന് മരിക്കണം. അല്ലാഹുവേ, അതിന് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് തരണം അല്ലാഹ്. ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം അല്ലാഹ്. ഒരു 3 സലാത്ത് എല്ലാവരും ചെല്ലണം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ വഅദ് തുടങ്ങും, എല്ലാവരും നേരത്തെ വരണം എന്ന് ഉണർത്തുന്നു. എല്ലാവരും ചെല്ലണം 3 സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു